ശിരൂരിൽ അപകടത്തിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുന്റെ മുതലാളി, അതായത് ലോറിയുടെ ഓണർ മനാഫ്, അർജുന്റെ മരണത്തെ മുൻനിർത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നെന്നും അർജുന്റെ കുടുംബത്തിന്റെ വൈകാര്യതയെ ചൂഷണം ചെയ്യുന്നെന്നും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ അളിയനും അർജുന്റെ പെങ്ങളും അർജുന്റെ അനിയനും അമ്മയും കൂടെ ചേർന്ന് ഉന്നയിച്ചായിരുന്നു. അവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് അർജുന്റെ മരണത്തിനോട് അനുബന്ധിച്ച് മനാഫ് ഒത്തിരി പൈസ പിരിക്കുന്നുണ്ടെന്നും മനാഫ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയെന്നും മനാഫിന്റെ ലോറിയുടെ പേര് അർജുൻ എന്നാണെന്നും മനാഫിന്റെ പങ്കാളികൾ അല്ലെ കൂട്ടാളികൾ വീട്ടിൽ വന്ന് പൈസ തന്ന് അത് ചിത്രീകരിച്ച് യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നെന്നും പ്രധാനമായിട്ടും വേറൊരു ഉന്നയിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 75,000 രൂപ അർജുന് ശമ്പളമുണ്ടെന്നും പിന്നെ ഈശ്വർ മാൽപ്പയുമായിട്ട് മനാഫ് കൂടിച്ചേർന്ന് വലിയൊരു നാടകം കളിച്ചെന്നും ഇതൊക്കെയാണ് അവരുടെ ഉന്നയം. നമുക്കറിയാം 73 ദിവസം മുമ്പ് ഈ പറയുന്ന അപകടമുണ്ടായ അന്നേ ദിവസം തൊട്ട് മനാഫ് അവിടെയുണ്ട്. മനാഫിന്റെ അന്നത്തെ ശാരീരികക്ഷമതയും ഇന്നത്തെ ശാരീരികാവസ്ഥയും കൂടെ വെച്ച് നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എത്രത്തോളം ഉള്ള അർപ്പണമാണെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനോ വേറെ രീതിയിലും ചിന്തിക്കാം. അദ്ദേഹത്തിന് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ലോറി കിട്ടാനും ഇൻഷുർ കിട്ടാനും ഇതൊക്കെയാണെന്ന് തന്നെ. പക്ഷെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വണ്ടിയെപ്പറ്റി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇൻഷുറിന്റെ ആവശ്യത്തിന് അദ്ദേഹം നിൽക്കേണ്ട കാര്യമില്ല, കാര്യം അല്ലാതെ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളത് എന്താ? അർജുന്റെ ബോഡി കിട്ടുക എന്നുള്ളതാണ്. അതിനോടുപരി ലോറിയും കിട്ടണം. അപ്പോൾ ഇത്രയും പൈസ മുടക്കി അദ്ദേഹം അവിടെ നിൽക്കുക മനാഫ്. ഇതിനോടിടയ്ക്ക് കർണാടക പോലീസിന്റെ തല്ലും മേടിച്ച് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അത് കുറ്റകരമായ ഒരു പ്രവണതയായിരുന്നു എന്നാണ് അളിയിച്ചാര് പറയുന്നത്. അതിനുപരി ഇദ്ദേഹം ഫോണിൽ വിളിച്ച് ലൈവ് പോയിട്ട് അർജുന്റെ അമ്മയെ വിളിച്ച് ആഡ് ചെയ്യുകയാണ്. അമ്മയെ സംബന്ധിച്ചോളം അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, അതൊരിക്കലും അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, ന്യായമാണ്. അർജുന്റെ മരണസമയത്ത്, അതായത് ആ അപകടം ഉണ്ടാകുന്ന ആ സമയത്ത് 73 ദിവസം മുമ്പ് ഈ പറയുന്ന അർജുന്റെ അളിയിച്ചാരും അമ്മയും പെങ്ങളും എല്ലാവിധ ചാനലിലും ഏത് സമയം ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചോളം അത് പറ്റത്തില്ല. നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ, ഒരു ചെറിയൊരു ബന്ധു എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വണ്ടി പിടിച്ച് അങ്ങോട്ട് പോകും. നമുക്ക് ഈ മാധ്യമത്തിന്റെ മുമ്പിൽ ഒന്ന് പറയാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ അർജുന്റെ അമ്മയും അളിയിച്ചാരും എടുത്ത ആ ഒരു മനോനിലയെ അഭിനന്ദിക്കാൻ തന്നെ ഉള്ളൂ നിർവാഹമുള്ളൂ. പിന്നെ പറയുന്നത് ഈ 75,000 രൂപയുടെ ഒരു അലിഗേഷനാണ്. 75,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട് അർജുന്, അതൊന്നും തികയുന്നില്ല അർജുന്. അതുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ അത് ബാധിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു പെട്ടി ഓട്ടോ അല്ലെങ്കിൽ ഒരു പെട്ടി 4 വീൽ വണ്ടി നമ്മൾ ഒരു വാടകയ്ക്ക് എടുക്കുക, ഒരു 100 മീറ്റർ ഓടാൻ. അപ്പോൾ അതിന്റെ വാടക മിനിമം 500 രൂപയാണ്. അപ്പോൾ 12 വീല് വണ്ടി ഒരു മഹാരാഷ്ട്ര ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയാവും വണ്ടി വാടക. ഈ വണ്ടി വാടകയിൽ 16% ബാറ്റ ഡ്രൈവറിന് പോകും. അപ്പൊ എത്രയായി? 16,000 രൂപ. തിരിച്ചിങ്ങോട്ട് കൂടുതലാണ് വാടക. 1.5 ലക്ഷം കൂട്ടിക്കോ. ഈ 1.5 ലക്ഷത്തിൽ 10-24,000 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിട്ടും. എങ്ങനെ കളിച്ചാലും ഒരു ട്രിപ്പിന് 40,000 രൂപ ഒരാഴ്ച കൊണ്ട് ഈ ഡ്രൈവർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു മാസം ഈ ഒരു ട്രിപ്പ് നടത്തുള്ളൂ. അപ്പോൾ 75,000 എന്ന് പറയുന്നത് വലിയ കൂടിയതാണ്. അളിയിച്ചാര് പറഞ്ഞ കൂട്ട് വലിയ കൂടുതലാണ്. പിന്നെ പുള്ളി അളിയിച്ചാര് ഉന്നയിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഈ മനാഫ് ഭയങ്കര ഒരു നാടകം കളിച്ചെന്നാണ്. തികച്ചും വസ്തുതാപരമായ ഒരു അലിഗേഷനാണ്. ഈശ്വർ മാൽപേ എന്ന് പറയുന്നത് കർണാടകയിൽ മൊത്തം അറിയപ്പെടുന്ന, കേരളത്തിൽ ഇപ്പം അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേറ്ററാണ്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാന്നുള്ള പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അളിയിച്ചാരിന് അത് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല.
പക്ഷേങ്കിൽ ഈ കർണാടക സർക്കാർ ഒരു 4 ദിവസമാണ് ഈ ഡ്രഡ്ജിങ്ങിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. ഈ 4 ദിവസത്തിൽ 2 ദിവസം ഇദ്ദേഹത്തിന്റെ അഭിനയവും യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു പരിപാടി ചെയ്യുമെന്ന് അളിയിച്ചാർക്ക് തോന്നിയതായിരിക്കാം. പക്ഷെ അത് ശരിയായിരിക്കാം. ഈശ്വർ മാൽപ്പയ്ക്ക് അങ്ങനെ ഒരു അഭിനയത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് പുള്ളിയുടെ ബൈക്ക് നന്നാക്കി മനാഫിന്റെ ഒരു ലോറി അർജുൻ എന്ന് പേരിട്ടു. അപ്പോൾ മഹാഭാരത യുദ്ധത്തിന് ശേഷം അർജുനൻ മരിച്ചതിന് ശേഷം ഈ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ. ഈ ലോകത്തിൽ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചതിന് ശേഷം മനാഫിന്റെ ലോറിക്ക് അർജുൻ പേരിടുന്നത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ്. അതിനുപരി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി മനാഫ് തികച്ചും മോശമായ ഒരു പ്രവൃത്തിയാണെന്നാണ് അളിയച്ചാർ ഉന്നയിക്കുന്നത്, അനിയച്ചാർ ഉന്നയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ മരിച്ചു, കേരളം അറിഞ്ഞ ഒരു വ്യക്തിയായി മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വീട്ടിലടക്കി. എല്ലാ കേരളക്കാരും അതിൽ സങ്കടത്തിൽ പങ്കുചേർന്നതാണ്. പക്ഷെങ്കിൽ ഇവരുടെ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ഈ ഹലോഹം വിട്ടു പോയി. ഒരു പക്ഷെങ്കിൽ ഈ കുടുംബത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയതായിരിക്കാം. അതല്ലേ ഈ അളിയിച്ചാരുടെ വാക്കിൽ നിന്നും നമ്മൾ ബോധ്യമാകുന്നത്.